അർഷാദ് SUS, റംഷാദ് ഗൾഫ്, പ്രസന്റ് റാഷിദ് കൂത്തുംപാറ, സിബിൽ മമ്മൂക്ക്, റാഷിദ് പട്ടില, ഇജാസ് കൊടുവള്ളി, അർഷിദ് എറണാകുളം, ആഷിഖ് ഉളിക്കൽ. അടുത്തതായി പണിയിടാ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ എവരുടെയും മനം കവർന്ന അടുത്ത ചടങ്ങിലേക്ക് നടക്കുകയാണ്. 2 വണ്ടികളാണുള്ളത്. മിക്സായി പോകേണ്ടതാണ്. ആധിപത്യം ആർക്കില്ല. അപ്പൊ മിക്സായി പോകണം. എങ്ങനെ വേണം നിങ്ങൾ തന്നെ തീരുമാനിച്ച അത്രയും നല്ലത്. തീരുമാനമാക്കി ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 മണിമഞ്ചത്തി പോവാ വണ്ടി എടുക്ക് വണ്ടി എടുക്ക് പോവാ. റിസോർട്ട് എന്നെല്ലാം വെച്ചാൽ ഇതാണ് റിസോർട്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതും ഒരു റിസോർട്ടാണ്. സംഭവം അടിപൊളിയാണ്. തൊട്ടടുത്ത് DJ പാർട്ടി, അപ്പുറത്ത് ടർഫ്, ഇപ്പുറത്തെ റൂം, ഒന്നും പറയണ്ട. പിള്ളേരെല്ലാം വൈബായിട്ട് അപ്പുറത്ത് വേറൊരു ടീമുണ്ട്. ഏകദേശം ഒരു 2 വണ്ടിയായിട്ട് നമ്മൾ വന്നത്. ഏകദേശം ഒരു 10 ആൾക്കാർ. സംഭവം മൊത്തത്തിൽ വൈബ്. അപ്പുറത്തെ പൂള് എല്ലാം ഉണ്ട്. എന്നാലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് റിസോർട്ടിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം ഉണ്ടാവുന്നല്ലോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഏത് വൈബ്, പൊളി വൈബ്. മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴ മോനെ. അതായത് ഒരു വ്യൂ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ എങ്കിൽ അതായത് മോളിൽ ടർഫും കാര്യങ്ങളുണ്ട്. തൊട്ടിപ്പുറം വന്നപ്പോൾ എങ്കിൽ അടിപൊളി വ്യൂ. അപ്പാടെ നല്ല മഴ. സംഭവം അടിപൊളി കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വൈകുന്നേര സമയത്ത് ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഏതാ വൈബെന്ന് അറിയുമോ? ഫുള്ള് അതായത് തൊട്ടിപ്പുറത്ത് ഫുള്ള് കാടാട്ടാ. ഈ കാട്ടിൻ്റെ നടുക്കിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. സംഭവം അടിപൊളിയാണ്. നമ്മളൊരു എന്താ പറയുക 2 കാറും 10 ആൾക്കാരും എല്ലാം ആയിട്ട് വന്നിട്ട് സംഭവം സെറ്റാണ്. ഏത് വൈബ്, മഴ വൈബ്. ഇപ്പോൾ ഒരു രക്ഷയില്ല. ഒട്ടങ്ങാണെങ്കിൽ ഒരു കിടിലം ബ്രിഡ്ജ്, അതായത് ഒരു നടപ്പാത അല്ലെങ്കിൽ പാലം എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം അടിപൊളി കേട്ടോ. മഴയായത് ക്ലിയർ ആകുന്നില്ല, എന്നാലും പൊളിക്കോ. ഏത് വൈബ്, പൊളി വൈബ്. മഴ കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും മുകളിലേക്കൊന്ന് പോയേക്കാം. സംഭവം ഈ ഒരു ഭാഗത്തില്ല ഫയർ ഇപ്പം നടക്കില്ല. എന്താ വെച്ചാൽ മഴയല്ലേ, സംഭവം മൊത്തത്തിൽ അലമ്പാവുമല്ലോ. അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് കുറച്ചുകൂടി മുമ്പോട്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും. മഴ നനയാണ്ട് നമുക്ക് നൈറ്റ് ചിക്കനെല്ലാം സെറ്റാക്കിയിട്ട് ചൂടേനും. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് ചെറിയൊരു എന്താ പറയുക കോഴി ഫാം പോലത്തെ ഒരു സെറ്റപ്പെല്ലാം ഉണ്ട്. ഏത് അതന്നെ. നമുക്ക് എന്തായാലും മുകളിലേക്ക് എന്തായാലും പോയി നോക്കാം. മഴ നനയല്ല കുറച്ചോനെ. പോട്ട് പിള്ളേർ അടിപൊളി കളി കേട്ടോ മുകളിൽ ടർഫിൽ. ഫോണിൽ കളിക്കൂല അതിന് നിങ്ങൾ ടർഫിൽ കളിക്കുമ്പോ ഒരാഴ്ച ഞങ്ങൾക്ക് ബോൾ വരുന്നില്ലല്ലോ. ഞാൻ നമുക്കെല്ലാം ബോള് കിട്ടിട്ടാ കളിക്കണോ, ഇറങ്ങി കളിക്കണോ. ചോര കിട്ടിയില്ല അപ്പൊ അങ്ങോട്ട് കളിച്ചില്ല. എന്നിട്ട് അഞ്ചിപ്പോ കേറിക്കോ മതിയില്ലേ അല്ലേ? ഇല്ല വലതേക്ക് ഇല്ല വലതേക്ക് ഇല്ല കേക്ക് ഫോണ് കളിക്കൂടെ മായി ചെരുപ്പിടൊന്നും വേണ്ട. പിടിച്ചോ
പിടി പിടി നേരെ പോയി പൂളിട്ട് മക്കളെ പൂളിലിടുന്ന എല്ലാരും വലിച്ചിട്ട് പൂളിലിടുന്ന സംഭവം അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാ. ഓരോ ആൾക്കാർ വലിച്ചിട്ട് പൂളിലിടാൻ പോക്കാം. സംഭവം അടിപൊളിട്ടാ. ഇവിടെ ക്യാരം ബോളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു സെറ്റപ്പ്. ടർഫ് ഈ ഒരു സൈഡ് കേട്ടാ, നമ്മളെ റൂം ആ ഭാഗത്താ. ഓരോ ആൾക്കാരെടുത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇടുന്നു. എടാ ഓന്റെ പോക്കറ്റില് മൊബൈലൊന്നും ഇല്ലല്ലോ. എടാ 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 ഓന്റെ മൊബൈലില് പോക്കറ്റില് മൊബൈലൊന്നും ഇല്ലല്ലോ. എടാ മൊബൈലൊന്നും ഇല്ലല്ലോ, പോക്കറ്റില് മൊബൈൽ ഇല്ലല്ലോ. ഇടേ രണ്ടാള് റൂമിൽ കടന്നു പറയുന്നുണ്ട്, എടുത്തു കൊണ്ടത് തീർന്നേ. അത് ഇജാസിന്റെ കുറച്ച് ബുദ്ധിമുട്ട്. മറ്റേ ഇവനുണ്ട്, അർഷാദ് ഉണ്ട്, ഇജാസ് ഉണ്ട്. ഇജാസ് അർഷാദ് ഉണ്ട്, അർഷാദിനെ എടുക്കുമ്പോ ബാബാ. അർഷാദിന്റെ എടുക്ക് ഇവനെ. എടാ ഇവനെ അർഷാണ്ട് ബാ. ആ പനി ആളെ മൊബൈൽ നല്ല തണുപ്പുണ്ടല്ലോ വെള്ളത്തിന്. സമ്മാനോളെ പൊളിക്കും നല്ല തണുപ്പുണ്ട്. ഫോണ് പോകുമ്പോ തരും, പറഞ്ഞേക്കാം. എല്ലാവർക്കും മൊബൈലിന്റെ ആവശ്യം ആരായാലും ഓന് വന്നേരം മുതൽ മൊബൈലിൽ കളിച്ചു. എന്താ ചെയ്യാ, മൊബൈൽ അങ്ങോട്ട് നമ്മള് മാറ്റി വെച്ച്. ആ പാട് പാട്. അത് പേര് നേരെ സൗണ്ട് എടുത്തിട്ടല്ലേ. നമ്മളെല്ലാരും എന്തോ ഭാഗ്യത്തിലാണ് തള്ളിയിട്ടില്ല. മൊബൈൽ എന്തോ പൊക്കി പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു. അല്ലെ മൊബൈൽ വളക്കാൻ പോകുന്നു. ഇത് ഐഫോണല്ലോ, വാട്ടർ പ്രൂഫ് ഉണ്ടോ നമുക്ക് അറിയില്ല. നല്ല മഴയാണ്. രണ്ട് റൂമിൽ കിടക്കുന്നു. ഒരുത്ത പനി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുത്ത കാർണിറ്റാനില്ല വന്നിട്ട്. അമ്മ നല്ല രസമുണ്ട് കേട്ടാ. ബേക്കിലെ വ്യൂ പുള്ളിന്ന് വെച്ചാൽ അടിപൊളി. ഒരു രക്ഷയില്ല. ഇവിടുത്തെ രാവിലത്തെ വ്യൂ കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. എന്താ പറയുക, നല്ല രസമുണ്ട്. ഫുള്ള് കോടയിലായിട്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് മൊബൈലവിടെ മാറ്റി വെച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ മൊത്തം കളി. അപ്പോൾ ഇന്നലെ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും വേറെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിള്ളേരുടെ റൂമിൽ നല്ല ഉറക്കാം. രാത്രി 12 മണിയായിട്ടും കഴിഞ്ഞ് 12 മണി 1 മണിയായിട്ടായി. ഇന്നലെ
ഉറങ്ങുമ്പോൾ എൻ്റെ പിള്ളേർ. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു ബേക്ക് ഭാഗമില്ലേ ഫുള്ള് കാടായതുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് കൂടുതലും കാറ്റ് വരുന്നതന്നെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ കാപ്പിത്തോട്ട ഏക്കൈ എന്തോട്ടാ എന്നാൽ അങ്ങനെ എന്താ പറയൂലേ, ഈ നിരപ്പില്ലേ ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സംഭവം നല്ല രസമുണ്ട് കാണാൻ. തൊട്ടടുത്തുനിന്ന് പോയണ്ടേ ലോങ് നില കാണുമ്പോൾ നല്ല കളറല്ലേ, അതുപോലെ തന്നെ തൊട്ടടുത്താകുമ്പോൾ കുറച്ചും നല്ല രസമുണ്ട്. നമ്മളല്ലാണ്ട് വേറെയും ഫാമിലി ആൾക്കാരിലുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഉറക്കുക. നേരം പോലത്തെ അവിടെ ഞാൻ ഇങ്ങോട്ടും എല്ലാം ഇറങ്ങിയതാണ്. എന്താ അവസ്ഥ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, രാവിലത്തെ വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നേരെ കയറിപ്പോകുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഈ ഒരു സ്റ്റെപ്പ് കയറിപ്പോകുന്നത്, നേരെ കയറിപ്പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പൂളിലേക്കും പാർക്കിംഗ് എല്ലാം ഏകദേശം മൊത്തം ഈ ഒരു സൈഡായിട്ട് വരുന്നത് ഫുള്ള് വണ്ടി ഈ ഒരു ഭാഗത്ത്. അപ്പുറത്തെ റൂം കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, രാത്രി നല്ല രസമായി ഈ ഒരു ഭാഗം ഫുള്ള് ലൈറ്റ് ഇട്ട് കാണുമ്പേ. വേറെന്നാപ്പാ, ആരോ ഒരാൾ ചുമക്കുന്നുണ്ട്. ആരുമില്ല കേട്ടോ, ആരുമില്ല, സംഭവമില്ല. ഈ ഒരു ഭാഗത്ത് പൂളേ കിടലം വ്യൂ ആണ്. ഈ ഒരു ഭാഗം രക്ഷയില്ല. നൈസ്. ഈത്തപ്പഴത്തിൻ്റെ തോട്ടം എന്ന് പറയാന്നില്ല, ഈത്തപ്പഴത്തിൻ്റെ ഒരു മരം ഉണ്ട് ഇവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ വല്ല സംസാരിക്കുന്ന പറയുന്നല്ലോ കേട്ടോ, കുറേ ആയി വ്ളോഗ് ചെയ്തിട്ട് ടച്ചെല്ലാം വിട്ടുപോയി പോലെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടർഫ് വരുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഫുട്ബോളും കളിക്കുക, ക്രിക്കറ്റും കളിക്കുക, ഷട്ടിലും കളിക്കുക, എല്ലാം ഇതിൻ്റെ ഉള്ളിലെല്ലാം സ്ഥലം ഉണ്ട്. സംഭവം അടിപൊളിയാണ്. രാവിലത്തെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യില്ല, അതായത് ടൈം കഴിഞ്ഞു. എന്തായാലും നാട്ടിലേക്ക് ഇരിക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് അടിച്ചിട്ട് പോകാനല്ലോ പ്ലാൻ. സംഭവം അടിപൊളി കേട്ടോ. അങ്ങനെ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്താണ് നല്ല കണ്ടം കളി കളിക്കാൻ പറ്റിയ സ്ഥലം കിഡിലെ. തൊട്ടപ്പുറത്ത് വേറെ സ്പോട്ടും കൂടി ഉണ്ട്, പക്ഷേ ഇവിടുന്ന് കാണൂല കേട്ടോ. ലെവലിൽ പോകണം. നമുക്ക് പോകുമ്പോൾ ആടെ പറ്റി കയറണം. സീനെന്ന് വെച്ചാൽ സീന് ആ ഒരു പാലത്തിൽ ചിലപ്പോൾ അതിൽ ആ പാലത്തിൽ കൂടെ കയറിപ്പോയി ചിലപ്പോൾ നമുക്ക് ഗ്രാമെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. ഏതാണ് പൊളി ഏരിയ. പക്ഷെ എന്താണെന്നറിയില്ല, രാവിലെ നേരം പോലത്തെ ഇത്ര സമയത്ത് കോട വന്നിട്ടില്ല. വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോട്ടാ, ഈ ഒരു സ്പോട്ടിൽ കോട വന്നിട്ടില്ല. നമ്മളെ ചെക്കന്മാർ വണ്ടിയെല്ലാം എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അടിപൊളി തന്നെ.